എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു. സീക്ക് മൈ ഫേസ് ഇസ് എൻ ഓർഡർ ഫ്രം ദ ലിവിങ് ഗോഡ്. സങ്കീർത്തനം 27:8 നമ്മുടെ കഷ്ടങ്ങളുടെ സമയത്ത് പ്രയാസം നമുക്ക് വഹിക്കാൻ വയ്യാത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ കയറി വരുമ്പോൾ ഇല്ല, ഷിപ്പ് വെള്ളത്തിനകത്ത് ഇങ്ങനെ താഴ്ന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഓരോ ഓപ്പണിങ്ങേ ഉള്ളെങ്കിൽ അതിലേ കൂടെ വെള്ളം കയറി നമുക്ക് എങ്ങനെയെങ്കിലും നിർത്താം. പക്ഷെ പല സൈഡിൽ നിന്ന് ഷിപ്പിന് വെള്ളം കയറിയാൽ അത് പെട്ടെന്ന് വെള്ളത്തിൻ്റെ അടിയിലോട്ട് താണു പോകും. അങ്ങനെ ഒരവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ഉദ്ദേശിക്കാത്ത ആപത്തുകളെല്ലാം കൂടെ ഒന്നിച്ച് വരും. ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ അറിവ്, കഴിവ്, ആളുകളോടുള്ള പരിചയം, പണം, ഇതൊക്കെ നമ്മൾ ആശ്രയിക്കും. അത് മാനുഷികം. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലയെന്ന് ജീവിതത്തിൽ പഠിപ്പിച്ചെടുക്കുകയാണ് ദൈവം ചെയ്യുന്നത്. അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ അവിടെ ഇവിടെ ഓടി നടന്ന് സമയം കളയുന്നതിന് വരും ദൈവം പറയുകയാണ് എൻ്റെ മുഖം അന്വേഷിക്കാൻ. അങ്ങനെയൊരു വാക്ക്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാക്ക് എനിക്ക് വേണ്ടി ദൂതായിട്ട് അയച്ചു തന്നെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ്. എൻ്റെ മുഖം എൻ്റെ അടുക്ക് കൊണ്ടുപോവാ. മനസ്സിലായോ? പ്രശ്നം എൻ്റെ അടുക്ക് കൊണ്ടുപോവാ. നമ്മൾ പറഞ്ഞില്ലേ, മത്തായിയുടെ സുവിശേഷം 6:6 പറഞ്ഞില്ലേ, പിന്നെ അറയ്ക്കകത്ത് അടച്ചിരുന്ന് നീ എന്നെ വിളിക്കണം. അപ്പോൾ രഹസ്യത്തിൽ അറിയുന്ന പിതാവ്, കാര്യങ്ങൾ അറിയുന്നവൻ. അത് എന്താണ് പ്രശ്നം വന്നതെന്ന്, എന്തുകൊണ്ടാണ് പ്രശ്നം വന്നതെന്നുള്ള ചോദ്യമല്ല, എന്ത് വന്നെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ദൈവം പറയുന്നത്, ഈ സമയം നിനക്ക് ഒരു സൈഡിൽ നിന്നും ഒരിടത്തുനിന്നും ഉത്തരം കിട്ടാതെ നിൻ്റെ ജീവിതം അന്ത്യകാലത്ത്, അതായത് ജീവിതം ഇനി മുമ്പോട്ട് പോകണോ വേണ്ടായോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂത് വരികയാണ്, നീ എൻ്റെ മുഖം അന്വേഷിക്കുക. അതെന്തൊരു സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു വാക്കല്ലേ നമുക്ക് കിട്ടുന്നത്, അപ്പച്ചനെ അന്വേഷിക്കാൻ. ദൈവത്തെ ചില സന്ദർഭത്തിൽ നമ്മൾ അന്വേഷിച്ചാൽ കിട്ടത്തില്ല, അറിയാമോ? ചിലയിടത്ത് വാക്യത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, അല്ല നിനക്ക് വേണ്ടി മോശയും ഏലിയാവും നിന്നാലും ഞാൻ പ്രാർത്ഥന കേൾക്കാൻ പോകുന്നില്ലെന്ന്. എൻ്റെ ചില സമയത്ത് ദൈവം കോപിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ ഒരു വിഷമ സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ദൈവം പറയുന്നു, എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. എന്താ പറഞ്ഞത്? എൻ്റെ അന്തരാത്മാവാണ് സംസാരിക്കുന്നത്. സങ്കീർത്തനം 27:8 27 തുടങ്ങുന്നത് തന്നെ യഹോവ എൻ്റെ വെളിച്ചം എൻ്റെ രക്ഷയുമാകുന്നു. അപ്പോൾ ദൈവത്തെ അറിയുന്ന മക്കളോടാണിത് സംസാരം വന്നത്. അറിയാൻ വയ്യാത്ത വ്യക്തിയല്ല. എവിടെയോ ആരുടെയോ പ്രാർത്ഥന പുറകിൽ നിൽക്കുന്നതിനാൽ കഷ്ടത്തിൻ്റെ സമയത്ത് ദൈവശബ്ദം കേൾക്കുന്ന ഭാഗ്യം. തലമുറകളുടെ മുമ്പിൽ ആരോ നന്മ ചെയ്തതിനാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിട്ടുകളയാതെ നിൽക്കുന്നത് കണ്ടു. അതാണ് നമ്മുടെ നന്മ കൊണ്ടൊന്നും അല്ല, ദൈവത്തിൻ്റെ നന്മ മാറാതെ നിൽക്കുകയാണ്. യഹോവ എൻ്റെ വെളിച്ചം എൻ്റെ രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പം ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാൽ എൻ്റെ ഹൃദയം ഭയപ്പെടത്തില്ല. ഇതെല്ലാം വളരെ എക്സ്ട്രീമായിട്ടുള്ള സിറ്റുവേഷൻസാണ്. ശത്രു ചുറ്റുപാട് നിൽക്കുകയാണ്. ഞാനിപ്പോൾ നശിച്ചു പോയാൽ, അതായത് ഞാൻ എന്തെങ്കിലും അവിഹിതമായിട്ട് ചെയ്തു പോയെങ്കിൽ എൻ്റെ കുടുംബം തീർന്നു. എൻ്റെ മാനം പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞെന്നെ ലജ്ജയിലേക്ക്, അതായത് നഗ്നതയുടെ ലജ്ജ കൊണ്ട് എന്നെ മൂടും. അപ്പോൾ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ പലപ്പോഴും വിശ്വാസികൾക്ക് ഉണ്ടാകുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അപ്പോൾ നീ എന്നെ ആശ്രയിക്കാനാണ്. ആ ഒരു നങ്കൂരം, ആ ഒരു ആശ്രയം നമുക്ക് എപ്പോഴും കിട്ടണമെങ്കിൽ ആരോ എവിടെയോ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി. അതൊരു വലിയ ഉന്നത ഭാഗ്യ പദവിയാണ്. കഷ്ടമില്ലെന്നല്ല, കഷ്ടത്തിൽ എനിക്ക് തുണയായിട്ട് അവനുണ്ട്. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന ഒരു വിളിയും കൂടാണിത്. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, കർത്താവേ നിൻ്റെ അടുക്കൽ വന്ന് അല്പം ഒന്ന് ആശ്വാസം കിട്ടിയാൽ കൊള്ളാമെന്ന്. പ്രശ്നം വലുതാണ്. പ്രയാസങ്ങളുടെ മുമ്പിൽ ഞാൻ വെള്ളത്തിനകത്തോട്ട് താഴോട്ടങ്ങ് പോവുകയാണ്. ശാശ്വത ഭുജം അടിയിലില്ലെങ്കിൽ ഞാൻ വീണുപോകും. അടിയിൽ അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കണം. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തി. എപ്പോഴാണ് പ്രയാസങ്ങൾ വരുമ്പം എന്നെ അവൻ തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും. ആ ഒളിപ്പിക്കുന്ന രഹസ്യമുറി കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് നമ്മൾ ചെന്ന് പരിചയമുണ്ടായിരിക്കണം, ദൈവത്തെ അറിയണം. ആവർത്തന പുസ്തകം 33:27 ഇങ്ങനെയാണ് പറയുന്നത്, പുരാതനനായ, പണ്ടുകൊണ്ടേയുള്ള ദൈവമാണ്, ഇന്നുണ്ടായതല്ല, പുരാതനനായ ദൈവം എൻ്റെ സങ്കേതം.
കീഴെ ശാശ്വതമായ ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയ സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരുന്നു. ശത്രു നിനക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്, പക്ഷേ നീ അവനെ സംഹരിക്കുക എന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞിരിക്കുക. അവനെ കുറഞ്ഞു കഴിയുമ്പോൾ ശത്രുവിനെ കാണത്തില്ലെന്ന്. കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി, പ്രാദേശിക വൃക്ഷങ്ങൾ കിളുക്കുന്നത് പോലെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അതവിടെ കാണും. ഞാൻ തിരഞ്ഞു നോക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ അറിയുന്ന ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പം കർത്താവിൻ്റെ ഒരു ഓർഡർ അയക്കുകയാണ്, നീ എൻ്റെ മുഖം അന്വേഷിക്കുക. ചുമ്മാ അത് ചെറിയ കാര്യമൊന്നുമല്ല. ശക്തനായ ദൈവം, സൃഷ്ടാവാം ദൈവമാണ് നമ്മളോട് ഈ ഒരു വിളി കേട്ടവൻ വലിയതായിട്ട് പ്രവർത്തിച്ചേ പറ്റൂ. പിന്നെ അവർക്ക് മാറി നിൽക്കാനൊക്കത്തില്ല. ബിക്കോസ് ദ കോൾ ഈസ് ഫ്രം ദ ഹെവൻ എബവ്. സ്വർഗമണ്ഡലത്തിൽ നിന്നാണ് ഡയറക്റ്റായിട്ട് ഒരു ചോദ്യം, ഒരു ഉത്തരം നമുക്ക് തരികയാണ്. അതാ പറയുന്നു, എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്ന് എൻ്റെ ഹൃദയം, എൻ്റെ ഉള്ളിലെ ആത്മാവിനോട് നീ സംസാരിച്ചു. ചെവിയുള്ളവർ കരുതി പലത്ത് ദൈവം സംസാരിക്കുന്നോ മിണ്ടുന്നോ എന്നൊക്കെ ചിലർ ചോദിക്കും. ചെവി കൂടാണോ കേൾക്കുന്നത്? ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ കേൾക്കുന്ന ചെവി കൂടൊന്നുമല്ല. എൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞതായിട്ട് എനിക്കറിയാതെ ആരോ പറഞ്ഞത് ദൈവമാണ്. അത് ടെസ്റ്റ് ചെയ്യാമല്ലോ. എവിടെയാണെങ്കിലോ കേട്ടെന്ന് വെച്ചാൽ നമുക്ക് വ്യക്തം ഓഡിബിളായിട്ട് നമുക്ക് തോന്നിക്കും. പക്ഷേ ചെവിയാണോ ഇത് എങ്ങനെയാണിത് കേട്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വി നോ ഇറ്റ് ഈസ് ഗോഡ് ഹു സ്പീക്ക്. എങ്ങനെയാണ് സമൂഹത്തിൽ ദൈവശബ്ദം കേട്ടത്? 3 പ്രാവശ്യം കേട്ടു, ഇല്ലേ? കൊച്ചു ബാലൻ, ആരും പഠിപ്പിക്കേണ്ടൊന്നുമില്ല. പിന്നെ ഈ പ്രവാചകൻ്റെ കൂടെ ആയിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. സ്വന്തം മക്കൾ പോലും ശരിയായില്ല എലിയൽ. ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത മക്കളായതുകൊണ്ടാണ് ഈ വരം കിട്ടുന്നത്. അതായത് എൻ്റെ മുഖം അന്വേഷിക്കാൻ എൻ്റെ ഹൃദയത്തിനാണ് കൽപ്പന കിട്ടിയത്. ഇത് പുറമേ ഒന്നുമുള്ള കാര്യമല്ല. യഹോവയെ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. ഉടനെ താണാ മതി, വിനയപ്പെടണം. ഐ ജസ്റ്റ് ഹംബിൾ ഡൗൺ ബിഫോർ യു. ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു, നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കല്ലേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ, നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കരുതേ. അത് നമുക്ക് ഒരു രക്ഷയില്ലാത്തപ്പം കർത്താവ് പറയാം, ഓടിവാ. എന്തിനാ ഈ ഇഷ്ടമില്ലാത്ത അവസ്ഥ ആക്കിയത്? പലപ്പോഴും നമ്മുടെ സ്വയ കഴിവിൽ ഏതാണ്ടൊക്കെ അറിയാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഓരോന്ന് കാട്ടിക്കൂട്ടും. എല്ലാം നന്മയാണെന്ന് വിചാരിച്ചൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ കാലിൻ്റെ അടിയിലുള്ള കാർപ്പറ്റ് ഒരു വലിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കമന്നല്ല മലന്നടിച്ചൊരു വീഴ്ചയുണ്ട്. പലപ്പോഴും അതോടെ പിന്നെ തീർന്നു. പക്ഷെ ദൈവം തൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇങ്ങനൊരു ദൂത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. ഇത് അനേകർക്കൊരു വിടുതലിൻ്റെ ആത്മാവായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മയും അപ്പനും എന്നെ ഉപേക്ഷിച്ച്, അല്ലെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പൊട്ടക്കണ്ണനായ ഒരുത്തനെ യേശു ക്രിസ്തു വന്നിട്ട് കണ്ണിന് കാഴ്ച കൊടുത്തു. അപ്പം ഫരിസീസും സാധുക്യന്മാരും വന്നേച്ച് പറഞ്ഞു, നിനക്കാരാ കണ്ണ് കാഴ്ച തന്നതെന്ന്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം മനുഷ്യന് നന്മ ചെയ്യാനൊന്നും ആഗ്രഹമൊന്നും ഇല്ലണ്ടോ ആരാ? എന്നിട്ട് അയാളോട് ചോദിച്ചു, എനിക്ക് കണ്ണ് കാണത്തില്ലായിരുന്നു, എനിക്കിപ്പോൾ കണ്ണ് കാണാമെന്ന്. ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു. അന്നേരം അവർ ദേഷ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നിൻ്റെ അമ്മയും അപ്പനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. നീ തന്നെ ആണോ അതോ നേരത്തെ വേറെ വല്ലവരും ആണോ എന്നറിയാൻ. അമ്മയും അപ്പനും വന്നു വെച്ചു. അമ്മയും അപ്പനും പേടിയായി. കാരണം സമൂഹത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞെങ്കിലും ഒന്ന് വേണം, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, നമ്മളെ മാറ്റും. ഇതൊക്കെ ഓരോ പിശാചിൻ്റെ അടവുകളാണ്. അവരെന്ത് പറഞ്ഞു? അവന് പ്രായമായാലും അവനോട് ചോദിക്കാൻ പറഞ്ഞു. അവൻ എൻ്റെ മകനാണ്, അവന് പ്രായമായാലും അവനോട് ചോദിക്കും. അപ്പോൾ ഇവനെൻ്റെ മകനാൻ തന്നെയാണ്, എനിക്കറിയാം. അവൻ ജനിച്ചപ്പോൾ അവന് കാഴ്ചയില്ലായിരുന്നു. എത്ര പേര് ഈ വചനം കേൾക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്നു. എത്ര പ്രാവശ്യം ഞാൻ ഇങ്ങനെ വിളിക്കുകയാണ്, ദൈവമേ നിൻ്റെ മഹാശക്തി ഇറങ്ങി ഒന്ന് തൊട്ട്. എവിടെയാ തൊടേണ്ടതെന്ന് അപ്പച്ചനറിയാം. പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരും. വന്നേ പറ്റൂ കർത്താവേ. നമ്മൾ പറയണം, നിന്നെ ഏൽപ്പിക്കുകയാണ്. ഓവേ നിൻ്റെ വഴി എന്നെ കാണിക്കണേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാത എന്നെ നടത്തണമേ. എൻ്റെ വൈരിയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്തിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് അവിടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. നാളെ ഈ ലോകത്തിൽ വെച്ച് തന്നെ ദൈവം ചെയ്യുന്ന നന്മകൾ നമ്മളെ ദൈവം കാണിക്കും. എന്ത് ചെയ്യണം? യഹോവയിൽ പ്രത്യാശ വെക്കണം, ധൈര്യപ്പെട്ടിരിക്കണം. എൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയെങ്കിൽ പ്രത്യാശ. എൻ്റെ പ്രത്യാശ വേറെങ്ങും ആകരുത്. ഇത് സിമ്പിളായിട്ട് ഞാനങ്ങ് വായിക്കുകയായിരുന്നു. കാരണം ഈ ഒരൊറ്റ വാക്യത്തിലാണ് ശ്രദ്ധ ചെലുത്തിട്ട് എൻ്റെ മുഖം അന്വേഷിക്കുമ്പം അപ്പച്ചൻ പഠിപ്പിക്കുക ഓരോ സിറ്റുവേഷൻ എന്താ വേണം. നമ്മൾ പിന്നെ യേശു ക്രിസ്തു പടകിൽ 2 പടകുണ്ടായിരുന്നു. ഒന്ന് പത്രോസിൻ്റെത്, മറ്റേ ആരുടെയാണെന്ന് എഴുതിയിട്ടില്ല. ആ ഒരു ഇതിൽ പത്രോസിൻ്റെ പടകിൽ യേശു അപ്പച്ചൻ കയറിയിരുന്നു. യേശു കയറിയിരുന്നിട്ട് യേശു പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചെന്ന് എഴുതിയില്ല. എഴുതാഞ്ഞ എന്താ?
അന്നേരം അത് ആവശ്യമില്ല, അവർക്ക് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ പോലെ എന്നതാണ് ഓരോ വ്യക്തികളും ജീവിതത്തിൽ കഷ്ടം പോകുമ്പം എന്നെങ്ങനെയാണ് പരിഹരിക്കുന്നത്. എൻ്റെ മുഖം അന്വേഷിക്കണം. ഈ സുപ്രീം കോർട്ട്, അതായത് ഹെവൻലി കോർട്ടിൽ എൻ്റെ വിഷയം, നിൻ്റെ വിഷയം കൊണ്ടുവന്ന് വെക്കാൻ ആളുകളെ ഞാൻ തരാം. കൊടുക്കത്തില്ലേ? കൗൺസിലേഴ്സ്, പെറ്റീഷനേഴ്സ്, ഇൻ്റർസെസേഴ്സ്, പ്രയർ വോറിയേഴ്സ് ദൈവം തന്നിട്ടില്ലേ? നന്ദിയുള്ളൊരു ഹൃദയം. ദൈവം നന്മ ചെയ്യുമ്പം അയ്യോ ഇതിങ്ങനെ ആയിരിക്കണം, ഇത് കൂടുതലായിരിക്കണം എന്ന് ചിന്തിപ്പിക്കുന്ന പിശാചിനെ വെട്ടിമാറ്റിയേച്ച് ദൈവം വലിയൊരു ആപത്തിൽ നിന്നും, മരണത്തിൻ്റെ കെണിയിൽ നിന്ന് എന്നെ രക്ഷിച്ചതിന് കമന്ന് കിടഞ്ഞ് സ്തോത്രം ചെയ്യണം. പിശാചിൻ്റെ ഒരു വലിയ തന്ത്രം, ദൈവം നമ്മളെ അനുഗ്രഹിച്ച് വിടുതൽ തരുമ്പം വേറൊരു ചെറിയ കാര്യം പറഞ്ഞ് നമ്മൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കുക. അത് പിശാചിൻ്റെ ഒരു വലിയ അടവാണ്. ശ്രദ്ധിച്ചോണം. കർത്താവിൻ്റെ മുമ്പിൽ കമന്ന് കടന്ന് ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തിൻ്റെ ദൂത് കടന്നു വരികയാണ്. യോവേൽ പ്രവാചകൻ 2:12 ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും എങ്കിലേക്ക് തിരിവീൻ. കണ്ട ഉത്തരമാണ്. ഇപ്പോഴെങ്കിലും ദൈവം നിർബന്ധമായിട്ട് പറയാം, നമ്മളോട് പറയുകയാണ്. വിലാപത്തോടെ, കണ്ണുനീരോടെ, ഉപവാസത്തോടെ, വസ്ത്രത്തെ അല്ല, ഹൃദയത്തെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് വരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനല്ലോ. അവൻ അനർത്ഥങ്ങളെക്കുറിച്ച് അനുദപിക്കും. ദൈവം അറിഞ്ഞിട്ട് തന്നെ പ്രശ്നം വന്നത്. പക്ഷെ പ്രശ്നം വന്നതിൻ്റെ റീസൺ ഞാൻ ജഡത്തിൽ ആശ്രയിച്ചതാണ്. ദൈവം നമ്മളെ തിരിച്ചു വിളിക്കുന്നു, കടന്നു വാ, പ്രാർത്ഥിക്കാം. വസ്ത്രങ്ങളെ അല്ല, പിന്നെയോ ഞങ്ങളുടെ ഹൃദയങ്ങളെയാണ് മുറിക്കേണ്ടത്. കീറി മുറിച്ച് നിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഓരോ സിറ്റുവേഷൻ, പ്രശ്നങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ നിൻ്റെ അടുക്കലേക്ക് എൻ്റെ മുഖം അന്വേഷിക്കുക എന്നൊരു ദൂത് അവിടുന്ന് വന്നെങ്കിൽ പിന്നെ വേറെ ഒന്നും ഞങ്ങൾ നോക്കല്ലേ. ഇടതോട്ടോ വലതോട്ടോ മുൻപോട്ടോ പിൻപോട്ടോ നോക്കാതെ നിൻ്റെ മുഖത്തേക്ക്. ഇന്ന് വരെ ജീവിച്ച രീതി ശരിയല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. ഇതുവരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയ വിട്ടുവീഴ്ചകൾ, ദൈവത്തിൻ്റെ മഹത്വത്തിന് വിപരീതമായിട്ടുള്ള എല്ലാം അഴിഞ്ഞു പോട്ടെ. ദൈവത്തിൻ്റെ സമൃദ്ധി കടന്നു വരട്ടെ, ദൈവത്തിൻ്റെ പ്രൊവിഷൻ, ദൈവത്തിൻ്റെ കയ്യെ ഞങ്ങളുടെ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവ് അനുഗ്രഹിച്ചിട്ടുള്ളത് മാത്രം ഭവനത്തിൽ കയറി വരട്ടെ. ദൈവത്തിൻ്റെ മക്കൾ അകത്ത് കയറട്ടെ, അവർ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയായിട്ട് നിൽക്കട്ടെ. അപ്പച്ച മേശയ്ക്ക് ചുറ്റും കർത്താവെ അവരെ ഒലിവ് വൃക്ഷം പോലെ ജീവിക്കാൻ ആഗ്രഹം ഇട്ടുകൊടുക്കേ. മന്ദബുദ്ധിയായിട്ടിരിക്കുന്ന ജീവിതത്തെ ഒന്ന് പിടിച്ചൊന്ന് ഒലർത്തണേ, ഒന്ന് കുലുക്കണേന്ന് പ്രാർത്ഥിക്കുന്ന. പക്ഷേ പലർക്കും മന്ദബുദ്ധിയാണ്. ഈ മന്ദബുദ്ധി മാറ്റിവെച്ച് നല്ല തീഷ്ണതയുള്ള ആഗ്രഹത്തെ, നന്മ ചെയ്യണം, എൻ്റെ ഭവനത്തിൻ്റെ അവകാശം ഞാനാണെന്നും എൻ്റെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ പറയുമ്പോൾ വേറെ എങ്ങും പിന്നെ നോക്കല്ല, യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം അന്വേഷിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, നിൻ്റെ മുഖം അന്വേഷിക്കാൻ നിന്നെങ്കിൽ ഓർഡർ അയച്ചിരിക്കുക. എൻ്റെ ഉള്ളിലെ അന്തരാത്മാവ് അത് കേട്ട് കഴിഞ്ഞു, അതിനെ അനുസരിക്കണം. എങ്ങനെ ഉപവസിക്കണം? കർത്താവേ, രട്ടുകൊടുത്ത് കർത്താവ് കണ്ണുനീരോടുകൂടെ ഉപവാസത്തോടെ നിൻ്റെ സന്നിധിയിൽ വരാൻ പറയുമ്പം ഞങ്ങളുടെ വസ്ത്രത്തെ അല്ലല്ലോ കീറേണ്ടത്, പിന്നെ ഹൃദയത്തെ. ഹെൽപ്പ് അസ് ലോർഡ് ഇൻ അവർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. കർത്താവേ, ഹെൽപ്പ് അസ്. തലമുറകൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിൻ്റെ കവചം കൊണ്ട് പൊതിഞ്ഞോണമേ. ശത്രു കാണാതെ സൂക്ഷിക്കുന്ന ദൈവസ്നേഹത്തിന് മുമ്പിൽ നിറയുന്നത്. ദുഷ്ടന് ഒരു ശക്തിയില്ല, പക്ഷെ അവൻ തോറ്റവനാണ്. വെറും ചുള്ളിക്കൊമ്പ് എന്നാണ് നീ അവനെക്കുറിച്ച് വിളിക്കുന്നത്. ആ ദുഷ്ടൻ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്താൻ ഈ നുണയൻ പിശാചിനെ അടിച്ചു മാറ്റി സത്യത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ നിറയ്ക്കും. നിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ സത്യം ഞങ്ങളെ മനസ്സിലാക്കി തരും. സത്യം അറിയുമ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കും. അങ്ങനെ ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്താൻ ശത്രുവിനെ സംഹാരം ചെയ്ത് ഇല്ലാതാക്കി ഞങ്ങളെ ജയജീവിതത്തിലേക്ക് നടത്തുന്ന നിൻ്റെ സ്നേഹത്തിൽ ഒട്ടിയിരുന്ന് അവിടെ സമൃദ്ധമായ ജീവിതം കണ്ടുപിടിക്കാൻ, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക് കടന്നു വരാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട്. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.